മാഡം പോവാണോ? താനാരാ? ഞാനൊരു സാധാരണ പൗരനാണേ. പൗരന്റെ പണി നോക്ക്. പണിയെടുത്തിട്ട് തന്നെയാ മാഡം ജീവിക്കുന്നത്, അല്ലാതെ മറ്റുള്ളവർക്ക് പണി കൊടുക്കാൻ വേണ്ടി ജീവിക്കുന്നവനല്ല. താൻ തന്റെ കാര്യം നോക്കണം മിസ്റ്റർ. കാര്യം നോക്കിയിട്ട് തന്നെയാ ഇരിക്കുന്നത്. ദേ, ഈ കാര്യത്തില് എനിക്ക് ചെറിയൊരു റോളുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ വന്നത്. ദിസ് ഇസ് എ കോർട്ട് ഓർഡർ. വൈഗ എന്ന കുഞ്ഞിന്റെ ഉടമസ്ഥത കുഞ്ഞിന്റെ അച്ഛനായ കാർത്തികിന് കൈമാറിക്കൊണ്ടുള്ള കോടതി ഉത്തരവ്. ഇത് വാങ്ങി വരാൻ കാർത്തി എന്നെ പറഞ്ഞയച്ചതാ. അല്ലെങ്കിൽ കുറെ പോലീസുകാരെയും കൂട്ടി മാഡം നനഞ്ഞ ഓലപ്പടക്കവുമായി ഇവിടേക്ക് വരുമെന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നു. അയ്യോ, മൈഥിലി മാഡം എന്നെ നോക്കി ദഹിപ്പിക്കണ്ട. നിങ്ങൾ ഈ കുട്ടിയെ കൊണ്ടു നടന്ന് കാണിച്ച എല്ലാ കാര്യങ്ങളും കോടതിക്ക് ബോധ്യമായി. എവിഡൻസ് എല്ലാം കളക്ട് ചെയ്ത് ഞങ്ങള് കോടതിയെ സമർപ്പിച്ചു കഴിഞ്ഞു. കുഞ്ഞിന് മീനാക്ഷിയുടെ കയ്യിൽ കൊടുത്തിട്ട് വേഗം അടുത്ത കര പിടിക്കാൻ നോക്കു കൊച്ച്. അതെ, നല്ല മഴ വരാൻ പോകുന്നുണ്ട്, നനയും. ആ, പോലീസ് അക്കാഡമിയിലെ കുഞ്ഞിനെ എടുക്കാനല്ലായിരുന്നു ട്രെയിനിങ്. ഓ, എന്ന് വെച്ച് പോലീസ് ഓഫീസർമാരൊന്നും അവരുടെ കുഞ്ഞുങ്ങളെ എടുക്കാറില്ലായിരിക്കും. ഓ, ആ വൈകുമോളെ. ഓ ഓ ഓ ഓ ഓ അച്ഛൻ്റെ പൊന്നുമോളെ. ഓ ഓ ഓ. ലോകപ്പിലിട്ട് പ്രതികളെ ഉരുട്ടും പോലെ അല്ല കുഞ്ഞുങ്ങളെ കളിപ്പിക്കേണ്ടത്. അതിനെ ഒരു മയം വേണം. അതെ, വാത്സല്യത്തോടെ ലാളിക്കണം. അതുപോലെ കുഞ്ഞിനെ ലാളിക്കുമ്പോ വായിൽ വരുന്ന എന്ത് ഓമന പേരും വിളിക്കാം. എന്തും വിളിക്കാവോ? വാ. എന്ന് വെച്ചാ കുറ്റവാളികളെ പോലീസ് വിളിക്കുന്ന വാക്കുകളൊന്നും പ്രയോഗിക്കരുത്. അല്ല, കുഞ്ഞിനൊരു പുതിയ മാല കിട്ടിയല്ലോ. ഇതാരിട്ടു? ചെറിയച്ഛൻ ഇട്ടു കൊടുത്താണോ? അല്ല, മുത്തശ്ശി കഴുത്തിലിട്ട് കൊടുത്തതാ. മുത്തശ്ശനും മുത്തശ്ശിക്കും എന്ത് സന്തോഷായിന്നോ കുഞ്ഞു വീണ്ടും ചെമ്പകമംഗലത്തേക്ക് വന്നതില്. മോളിരിക്കെ. ആഹാ, എല്ലാവരും ഇരുന്ന് കഴിഞ്ഞോ? അതിനെല്ലാരും വന്നില്ലല്ലോ, ഇനിയും പലരും ഹാജരാകാനുണ്ട്. അല്ല, വൈകുമോൾ എവിടെ? മീനാക്ഷി ഉറങ്ങി. ഒരു പ്രത്യേക മുന്നറിയിപ്പുണ്ട്. എന്താച്ചാ? ഇന്നത്തേക്ക് വിളമ്പുകാർ വേണ്ടെന്ന എന്റെ അഭിപ്രായം. വിളമ്പുകാരോട് ഇരുന്ന് ഭക്ഷണം കഴിക്കണം. ഈ അഭിപ്രായം കൊള്ളാം. ദേ, ഞാനിതിനെ പിന്താങ്ങുന്നു. ദേ, ഞാനും പിന്താങ്ങുന്നു. ഞാനും പിന്താങ്ങിയേക്കാം. ആ, അഭിപ്രായമൊക്കെ കൊള്ളാം. പക്ഷെ ചോറും കറികളും ഒന്ന് വിളമ്പിയിട്ട് ഞങ്ങളിരിക്കാം. എടുത്തു പറഞ്ഞതാ എന്റെ ശരി. ആദ്യ റൗണ്ട് ഞങ്ങൾ തന്നെ വിളമ്പാം. ആ, എങ്കിൽ പിന്നെ അങ്ങനെ തന്നെ ആവട്ടെ. ലേച്ചാ ശരി, ആയിക്കോട്ടെ. മതി. ഈ വീട്ടിൽ ഒത്തിരി കാലം കൂടിയാ എല്ലാരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത്.
അതുകൊണ്ടാണ് ഞാൻ നിർബന്ധമായി പറഞ്ഞത് വിളമ്പുകാര് വേണ്ടാന്ന്. അമ്മയ്ക്ക് സന്തോഷത്തേക്കാൾ സങ്കടങ്ങളാ ജീവിതത്തിലേറെയും. അപ്പോ ഇതുപോലെ വീട് കിട്ടുന്ന സന്തോഷങ്ങൾ നമ്മൾ പരമാവധി ആഘോഷിക്കണം. മോളെ നീ ഇരിക്കെ. ആ അമ്മ ഇരിക്കെ. സാരല്ല, ഞങ്ങൾ ഒരുമിച്ചിരുന്നോളാം. ചെല്ല്. അമ്മ എന്താ ഒന്നും മിണ്ടാങ്ങി നിൽക്കുന്നു? ഞാനെന്താ പിന്നെ പൊട്ടിച്ചിരിക്കണോ? അതോ സന്തോഷം കൊണ്ട് മതി മറന്ന് തുള്ളിച്ചാടണോ? രാജലക്ഷ്മിയുടെ സന്തോഷത്തിന്റെ നാളുകളെല്ലാം എന്റെ മകന്റെ മരണത്തോടെ തീർന്നു. എന്റെ തറവാടിന്റെ സമ്പത്തും ഐശ്വര്യമായിരുന്ന ആ ഉടവാള് മോഷ്ടിച്ചവര് എന്റെ മോനെയും കൊന്നു. ഈ തറവാടിന്റെ അസ്ഥിവാരം ഇളക്കി.